എന്നിട്ട് ചായയും സാറിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ ബ്രൈഡ് ആതിരയാണ്. ആതിരയുടെ എൻഗേജ്മെൻ്റ് ആണെന്ന്. അപ്പോൾ വെഡ്ഡിങ്ങും എൻഗേജ്മെൻറ്റും നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. സെപ്റ്റംബറിലാണ് എൻഗേജ്മെൻ്റ് ആയിരുന്നത്. പക്ഷേ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വെഡ്ഡിങ്ങും എൻഗേജ്മെൻറ്റും ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് ഓൾറെഡി 2 വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഔട്ട്ഡോർ ആയിരുന്നു. ശ്വേത സ്റ്റുഡിയോയിൽ വേറെ 2 വർക്ക് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരാൾ ആതിരയായിരുന്നു. അപ്പോൾ ആതിരയുടെ എൻഗേജ്മെൻറ്റ് ലുക്കാണ് കാണാൻ പോകുന്നത്. ഒരു ഗ്രീൻ ലെഹങ്കയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞ് അവളത് ഐബ്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളായതുകൊണ്ട് പ്രഗ്നൻസി ടൈം ആയിരുന്നല്ലോ. പിന്നെ അവൾ വീഡിയോ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വോയിസും ഉണ്ടാവില്ല, ഒന്നും ഇങ്ങനെ സംസാരിക്കത്തിരി മടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും അവളങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ വോയിസ് ഓവർ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ചെറിയ പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഹെയർ സ്റ്റൈലും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ച് കഴിയുമ്പോൾ ഷെയ്ഡൊന്ന് മാറും, ചേഞ്ച് ആവും. ഇത് നോക്കിയിട്ട് ചേഞ്ച് ആക്കണേ നോക്കാം. എന്താ അങ്ങനെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടു കേട്ടോ. കാരണം നല്ലൊരു ഗ്രീൻ ലെഹങ്ക ആയിരുന്നു. പിന്നെ നല്ല ലോങ് ഹെയർ ആയിരുന്നു കേട്ടോ. അപ്പം ജിഷ്ണയും ശ്വേതയൊക്കെ ആയിരുന്നു അവിടെ. CG ഒക്കെ ഉണ്ടായിരുന്നു. ഹെയറൊക്കെ ക്രിംപ് ചെയ്ത് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാണ് കേട്ടോ ഇനി. അപ്പം 2-3 ഹെയർ സ്റ്റൈൽസ് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് സെൻറ്റർ എടുക്കാമെന്ന് ഫിക്സ് ചെയ്തു കേട്ടോ അവർ അവസാനം. പിന്നെ നമ്മുടെ ഇക്കൊല്ലത്ത് ബുക്കിംഗ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മൾ ജാനുവരി കഴിഞ്ഞിട്ട്, അത് ജാനുവരി ലാസ്റ്റിലൊക്കെയാണ് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യണത്. അതുവരെയുള്ള എല്ലാ വർക്ക്സ് നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ നമ്മുടെ അടുത്തുള്ള വർക്ക്സ് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അത്രയും ലോങ് വർക്ക്സ് നമ്മൾ എടുക്കണില്ല. കാരണം ഉണ്ണികൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതുവരെയായിട്ട് ഒരു ഐഡിയ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇൻസ്റ്റ അധികം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണില്ല. വാട്സപ്പ് മെസ്സേജസ് ആണ് കുറച്ചും കൂടിയും കൂടുതൽ നോക്കാൻ പറ്റണത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ജിപ്സം വെച്ച് കൊടുത്തു, കുറേ ഫ്ലവേഴ്സൊന്നും വെച്ചില്ല. പിന്നെ എൻഡ് മാത്രം ജസ്റ്റ് ഒന്ന് കേൾസൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. കണ്ടോ, നല്ല ലോങ് ഹെയർ ആണ് കേട്ടോ ആതിരയുടെ. അങ്ങനെ ആതിരയുടെ എൻഗേജ്മെൻറ്റ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഗ്രീൻ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് ആളുടെ വെഡ്ഡിങ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ടാവും അല്ലേ? 1:30 ആയിട്ടുണ്ട്. പുലർച്ചെ നമ്മുടെ ഗുരുവായൂർ ബ്രൈഡാണ് ആതിര. അപ്പോൾ ഗുരുവായൂരാണ് കേട്ടോ കേട്ട്. പിന്നെ സെക്കൻഡ് സാരിക്ക് ഇവിടേക്ക് വരും. നമ്മൾ ഇപ്പോഴും പുറത്ത് പോയിട്ട് വർക്ക് എടുത്ത് തുടങ്ങിയിട്ടില്ല. സ്റ്റുഡിയോയിലാണ്. കാരണം കുഞ്ഞ് 2 ഉണ്ണികളല്ല. അപ്പോൾ 2 പേരും താഴത്തെ അമ്മേനെയും ചേച്ചീനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ കയറി വന്നിട്ടില്ല. എപ്പോൾ വിളി വരും എന്നറിയില്ല ഞങ്ങൾക്ക്. അപ്പം ആതിരയുടെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കുത്തിക്കയറ്റുന്നതായിരിക്കും. അപ്പോൾ രാവിലെ സെറ്റ് സാരി, അത് കഴിഞ്ഞാൽ നമുക്ക് റെഡും ഗോൾഡും അതല്ല കോമ്പിനേഷനായിരുന്നു. രണ്ടാമത്തെ ആ സാരിയാണ്. അപ്പോൾ രണ്ടാമത്തെ സാരി നമുക്ക് അയൺ ചെയ്ത് വെക്കണം. അതിന് മുന്നേ മേക്കപ്പ് ചെയ്ത് കഴിയണം. ശ്വേത അവിടെ ഉണ്ട് കേട്ടോ. ശ്വേതം ഉണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. കാരണം 1 മണി 1:30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫായാ അത് കുഴപ്പമില്ല. 1 മണി 1:30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറങ്ങേണ്ട സമയമായിട്ടില്ല. 4 മണിയെങ്കിലും ഞങ്ങൾ കാലത്ത് ഉറങ്ങുമ്പോൾ രാവിലെ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഫേസൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. രാവിലെ ഞങ്ങൾ സിമ്പിളായിട്ടുള്ള ഹെയറും കാര്യങ്ങളൊക്കെ ഇട്ട്, നല്ല ലോങ് ഹെയറൊക്കെ ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക, രണ്ടാമത്തേൽ ഹെയർ എക്സ്റ്റൻഷനൊക്കെ വയ്ക്കും. അപ്പോൾ ഞങ്ങൾ ഇടയിൽ വരാം. ഓക്കെ, ബൈ. കൊളുത്തി നമുക്ക് നമ്മുടെ അസിസ്റ്റൻ്റ് ഉണ്ട്. പക്ഷെ അസിസ്റ്റൻ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. കാരണം ഗാച്ചി മോള് താഴ്ത്ത. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബ്രൈഡിന്, നമ്മുടെ ആതിരയ്ക്ക് അത്യാവശ്യം നല്ല ലോങ് ഹെയർ ഉണ്ട്. അപ്പോൾ ഗാച്ചി കഷ്ടപ്പെട്ട് ഇരുന്ന് ചെറുതീർത്ത് അയൺ ചെയ്യാൻ. നമ്മൾ കണ്ണിൽ കുത്തബ് മീനാർ പണിതുകൊണ്ടിരിക്കുകയാണ്. ശേല
വിളിക്ക്. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. കാച്ചി പിന്നെ അവിടെ നിന്ന് വലിച്ച് നമ്മൾ കുറച്ചും കൂടി വലിയ ക്രിമ്പർ വെച്ചിട്ട് ഹെയർ കുറച്ച് വോളിയം തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഐമേക്ക് അങ്ങനെ ചെയ്യാം. ഓടി കണ്ണടച്ച് നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, തുറന്നു. അപ്പം ഐ മേക്കപ്പിൻ്റെ കലാപരിപാടിയിലാണ്. പിന്നെ ഞാനവിടെ സാരി അവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, ലിപ്സ്റ്റിക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കാണിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഫേസ് കഴിഞ്ഞു, സാരി ഡ്രേപ്പിംഗ് അതും കഴിഞ്ഞു. യെസ്, ഓർണമെൻറ്റ്സ് അധികം ഒന്നുമില്ല കേട്ടോ, 1-2 ഇടമുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടി അലമ്പായിട്ട് മേളിലോട്ട് കയറി വന്നിട്ടുണ്ട്. എൻ്റെ മോള് അലമ്പ, എൻ്റെ കുട്ടി കുറച്ച് അലമ്പാ. ഇപ്പം സമയം 3 മണി ആയപ്പോഴേക്കും ആളെ എനിക്ക് വന്നേക്കാം. സുന്ദരി ലെയർ ഒരു മരം കൂടി ഉണ്ട്. ഓർണമെന്റ് സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഞങ്ങൾ. നമ്മുടെ ഓർണമെന്റ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓർണമെന്റ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങൾ ഹെയർ കട്ടട്ടെ കേട്ടോ. നീ അതിൻ്റെ ഇടയിൽ കൂടെ കൊഞ്ചിക്കാൻ പോയിക്കോളൂ. ഞങ്ങളുടെ ഹെയർ സ്റ്റൈല് ഭയങ്കര സിമ്പിളാണ്, ആർഭാടമൊന്നുമില്ല അല്ലേ. ഞങ്ങൾക്ക് ഒരു കാതിൽ കമ്മലിട്ടിട്ടുള്ള, അപ്പുറത്ത് കമ്മലില്ല, കാണുന്നില്ല അല്ലേ. എന്തായാലും കുഴപ്പമില്ല. രണ്ടാമത്തെ ഹെയർ സ്റ്റൈല് ഞങ്ങൾ, എൻ്റെ മോള് ബഹളം വെക്കുന്നുണ്ടോ? ഞങ്ങളുടെ കുട്ടി മേക്കപ്പ് കണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഹായ് പറഞ്ഞ എല്ലാവരോടും. സെൻറ്റർ അല്ല, ഒരു ഇച്ചിരി ബാക്കിലേക്ക് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അത്യാവശ്യം കുറച്ച് പഫ് ചെയ്തിട്ടുള്ളൂ, അധികം ഒന്നും പഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഉറങ്ങട്ടെ. അടുത്ത ലുക്ക് നമുക്ക് സെക്കൻഡ് ലുക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ സാരി പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി മെഷർമെന്റ് ഒക്കെ എടുത്ത് വെച്ചു. ഇനി പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ലുക്കിനെ കാണാം അല്ലേ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്. നമ്മുടെ ബ്രൈഡ് പോയി കേട്ടോ. നമുക്ക് സാരി ഇവിടെ ഏൽപ്പിച്ച് തന്നിട്ട് പോയിട്ടുള്ളത്. അപ്പം ഇതിപ്പോൾ കുറേ പേർക്കായി ഇങ്ങനത്തെ സാരി അല്ലേ. ശരി, റെഡും ഗോൾഡും ആ ഒരു കോമ്പിനേഷനിൽ. അപ്പം ഞങ്ങൾ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം, ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. 7 മണി 7:30 ആകുമ്പോൾ ഞങ്ങളുടെ ബ്രൈഡ് വരും സാരി ചേഞ്ചിങ്ങിന്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലുക്ക് കാണിച്ചിട്ടുണ്ട്. അതെ, ഗാച്ചി അവിടെ ചായയും മിച്ചറും ഉണ്ടാക്കണ്ടേ ഞങ്ങൾക്ക്. ഈ മിച്ചർ ഉണ്ടാക്കണതല്ല, മിച്ചറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആ കലാപരിപാടിയിലേക്ക് കിടക്കട്ടെ കേട്ടോ. എന്നിട്ട് ചായയും മിച്ചറും സാറിൽ നമുക്ക് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വിശക്കുണ്ട്. സമയം 4 മണി. ഞങ്ങൾക്ക് വിശക്കുന്നു. നമ്മുടെ ആദ്യത്തെ സെക്കൻഡ് ലുക്കിന് കണ്ടു. നമ്മൾ സാരി ട്രിപ്പിങ് കഴിഞ്ഞു, ഓർണമെന്റ് സെറ്റ് ചെയ്തു. അല്ല, അത് ഭംഗിയുണ്ട് പറഞ്ഞതാ. ഇനി വള ഇടണം, പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നല്ല ലോങ് ഹെയർ ആണ്. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഫിഷ് സ്റ്റൈൽ ചെയ്യാനാണ് പരിപാടി. ലേറ്റ് ആക്കാണ്ട് നമ്മൾ അതും കൂടെ ചെയ്തിട്ട് ഒരുവിധം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം മുടിയിലാണ്, ഇയാളുടെ സ്വന്തം മുടി. ഞങ്ങള് ഫിഷ് സ്റ്റൈൽ ചെയ്ത് പിന്നെ കുറച്ച് ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. തുമ്പത്ത് എനിക്കത് ഒട്ടും ഉള്ളു തോന്നില്ല. ഇതിപ്പോൾ വെച്ച് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ മുടിയിൽ നിന്ന് കോഴ്സ് ഇടണം. അങ്ങനത്തെ കുറച്ച് ലാസ്റ്റ് ഫൈനൽ ടച്ച് വരും.
താഴത്തേക്ക് നോക്കി ത്രെഡ് കട്ട് ചെയ്യാനുള്ള കത്രി ഉണ്ടാവില്ലേ അതിനുണ്ടോ അങ്ങനെ നമ്മുടെ ആതിര റെഡി. നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, സാരി ഡ്രേപ്പിംഗ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ട ആളുടെ സ്വന്തം മുടി തന്നെയാണ് നമ്മൾ ഫിഷ് ടൈൽ ചെയ്ത് തുമ്പത്ത് കുറച്ച് എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്ത് കുറച്ച് വോളിയം തോന്നാനായിട്ട്. അങ്ങനെ നമ്മുടെ ആതിരയുടെ സെക്കൻഡ് ലുക്കും കഴിഞ്ഞു. മുടി ഒന്ന് കാണിച്ചു കൊടുത്തേ തിരിഞ്ഞ് കണ്ടോ, താഴേക്ക് പോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു രണ്ട് ലുക്കും? ഇഷ്ടപ്പെട്ടില്ലേ? സാറ്റിസ്ഫൈഡ് അല്ലേ? ഹാപ്പി? നമ്മുടെ എൻഗേജ്മെന്റും ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് ആള് പിന്നെ വെഡിങ്ങിനും കൂടെ വന്നത്. അപ്പൊ സമയമില്ല, പോണല്ലേ വേഗം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് വരാം അല്ലേ? ചാച്ചി പറഞ്ഞേ ബൈ.